ഹായ്, ഇന്നൊരു ബർഗർ ആയാലോ? നമ്മുടെ മക്കൾക്കൊക്കെ ബർഗർ ഭയങ്കര ഇഷ്ടമാണല്ലേ. ബട്ട് നമുക്കാണെങ്കിലോ ഇതൊന്നും മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുത്താലോ എന്നാൽ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബോൺലെസ് ചിക്കനാണ് വേണ്ടത്. ഞാനിവിടെ ഒരു ചിക്കൻ്റെ ബോൺലെസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. എല്ലൊക്കെ കളഞ്ഞിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ബ്രെഡ് പൊടിച്ചെടുക്കാം. ഞാനിതവിടെ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അതിന് ശേഷം വേറൊരു ജാറിൽ നമുക്കിതിലോട്ട് രണ്ട് സവാള ആഡ് ചെയ്യാം. ഞാനിതിൽ 2 ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളത്. വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് 2 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ വേറൊരു ഫ്ലേവർ കിട്ടണം എന്നുണ്ടെങ്കിൽ, അതായത് ഈ മുളക് പൊടി മാറ്റിയിട്ട് അതിന് പകരം ചുവന്ന മുളക് വെളിച്ചെണ്ണയിൽ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ട് അതിട്ടാലും മതി. 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നന്നായി അരഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. ഇപ്പം നന്നായി സോഫ്റ്റായിട്ട് കിട്ടിയിട്ട് നന്നായി അരഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കിട്ടണം. ഇനി അതിലോട്ട് നമുക്ക് ഈ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഇതാ അപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ അരക്കലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എല്ലാ ചിക്കനും ബാക്കിയുള്ളതൊക്കെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നന്നായി മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ അരച്ച ഈ മസാല ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായി എല്ലാത്തിലും പിടിക്കണം. നമ്മൾ അരച്ചെടുക്കുമ്പോൾ ആദ്യം അരച്ചെടുക്കുന്നതിൽ മാത്രമേ ഈ മസാല പിടിക്കുള്ളൂ. പിന്നെ നമ്മൾ അരച്ചെടുക്കുന്നതിലൊന്നും ഇത് മസാല ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ നന്നായി അരച്ചെടുക്കണം. അതിലോട്ട് 2 കോഴിമുട്ട ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂണ് മതി. എൻ്റെ കയ്യിൽ ക്യാമറ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിലോട്ട് 2 സ്പൂണ് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിൽ അരക്കണയിൽ തീരെ ഒട്ടും തന്നെ വെള്ളം ചേർക്കണില്ല കേട്ടോ. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നന്നായി വെള്ളം ലൂസായി പോവും. ചിക്കനും അത്യാവശ്യം വെള്ളം ഉള്ളൊരു ഇതാണല്ലോ. അപ്പോൾ തീരെ വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാൻ. ഇനി നമ്മൾ അതിലോട്ട് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ബ്രെഡ് പൊടിയില്ലേ, അത് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായി കുഴച്ചെടുക്കുക. അതിന് മുന്നേ ഈ ചാനൽ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിനുശേഷം ഞാനൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ റസ്കിൻ്റെ പൊടി, ഈ ബ്രെഡ് പൊടി നമ്മൾ ഇടുമ്പം അത് എത്ര ഇടേണ്ടതെന്ന് വെച്ചാൽ നമ്മളത് ഇട്ടിട്ട് ഇതുപോലെ ഉണ്ടായിട്ട് നല്ല വൃത്തിയിൽ കിട്ടണ വരെ നമുക്ക് ആ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം.
ഞാൻ 7 ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് വീണ്ടും ഞാനൊരു 4 ബ്രെഡും കൂടി ഇട്ടിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഒരു 4 കോഴിമുട്ട എടുത്തിട്ട് നമ്മളിതാ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു പാത്രത്തിൽ കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ചിക്കൻ്റെ ഇതുണ്ടാക്കി വെച്ചിട്ടില്ലേ, അത് നമ്മൾ ഇതിൽ മുക്കിയിട്ടാണ് പൊരിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ഓരോ വട്ടാക്കിയിട്ട് എടുത്ത് വെച്ചത് നമ്മൾ ഇതുപോലെ റൗണ്ടാക്കി എന്നിട്ട് ആ കോഴിമുട്ടയുടെ ഇതിൽ മുക്കി എന്നിട്ട് നമ്മൾ ആ ബ്രെഡ് മൈദപ്പൊടിയിൽ നമ്മൾ ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ശേഷം നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഒക്കെ ഞാൻ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ചട്ടി ചൂടായിട്ടുണ്ടെന്ന് ഞാനിതാ എണ്ണ ഒഴിച്ച് ഇനി നമുക്ക് ഇതിലോട്ട് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതാ ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് കടയിൽ നിന്ന് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനത്തെ ബർഗർ ബന്ന് പറഞ്ഞാൽ കിട്ടും. അത് ഇതാ ഇതുപോലെ രണ്ടെണ്ണാക്കി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ബന്ന് നമ്മളൊന്ന് ചൂടാക്കി എടുക്കണം. 2 സൈഡും നന്നായി ചൂടാക്കി എടുക്കണം. രണ്ട് സൈഡും ഇതാ അപ്പം ഞാൻ ചൂടാക്കി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴും നമുക്ക് നമ്മളെ മക്കൾക്ക് ഹെൽത്തി ഫുഡ് കൊടുക്കണം എന്നാണല്ലോ അല്ലേ. നമ്മളെപ്പോഴും ബർഗറും അങ്ങനത്തെ ഒക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുമ്പം മക്കൾക്ക് ഓരോ അസുഖങ്ങളുണ്ടാകും. അപ്പോൾ നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. മക്കൾക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒക്കെയാണ് ഇഷ്ടം. ഇനി ഇതാ ഞാൻ അതിൽ നിന്ന് ഒരു കട്ട്ലേറ്റ് പാനിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ചിക്കൻ കൊണ്ട് ഉണ്ടാക്കിയല്ലോ, അത് നമ്മൾ പാനിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി 2 സൈഡ് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം ഇനി താഴെ ഒരു ഭാഗം ചൂടായി കഴിഞ്ഞാൽ ആ ഭാഗത്ത് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലെ ഞാൻ ചീസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ വെച്ചാൽ മതി. ഞാനും അതിൻ്റെ മേപ്പട്ടക്കാക്കി വെച്ചത് അത് ഇങ്ങനെ അലിഞ്ഞു പോകുമ്പോൾ താഴോട്ട് ചട്ടിയിലാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതാ അതിൽ നിന്നൊരു ബന്ന് എടുത്തിട്ട് അതിൽ നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മയോനൈസും വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അടിയിൽ ടൊമാറ്റോ സോസ് ഒഴിച്ചതിന് ശേഷം എന്നിട്ട് നമ്മൾ ആ ബാറ്റർ ഇതിൻ്റെ മേലെ വെച്ച് ഇപ്പോൾ ഇതാ ഒരു തക്കാളി വെച്ചിട്ടുണ്ട്,
ഒരു സവാളയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് മയോണൈസ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ബർഗറിൻ്റെ സോസ് എന്ന് പറഞ്ഞിട്ട് കിട്ടും, അത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല, കാരണം നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ബർഗറല്ലേ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ടോപ്പിലും കുറച്ച് സോസ് ഒഴിച്ചിട്ട് വെച്ച് കൊടുക്കാം. ബർഗർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള അടിപൊളി ബർഗർ. അപ്പോൾ വീണ്ടും ഒരു